ആരാണ് ഒരു അധിക വരുമാനം ആഗ്രഹിക്കാത്തത്? നിങ്ങളൊരു സ്ഥിരം ജോലി ചെയ്യുന്ന ആളോ, പഠിക്കുന്ന വിദ്യാർത്ഥിയോ, ഒരു വീട്ടമ്മയോ ആയിരിക്കട്ടെ, നിങ്ങളുടെ നിലവിലെ വരുമാനത്തിന് പുറമെ നിങ്ങൾക്ക് അധിക വരുമാനത്തിന് പാർട്ട് ടൈമായോ ഫുൾ ടൈമായോ ചെയ്യാവുന്ന 20 ജോലികളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. 1. ട്യൂഷൻ. നമുക്ക് അറിവുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ വലിയ മുതൽ മുടക്കില്ലാതെ ഓൺലൈനായോ ഓഫ്ലൈനായോ നിങ്ങൾക്ക് വരുമാനം കണ്ടെത്താവുന്ന ഏറ്റവും നല്ല മാർഗമാണ് ട്യൂഷൻ. 2. ഡാറ്റ എൻട്രി ജോബ്. നിരവധി ഡാറ്റ എൻട്രി ജോബുകൾ ഇന്ന് ഓൺലൈനിൽ ലഭ്യമാണ്. അല്പം സമയവും നല്ല ടൈപ്പിംഗ് സ്പീഡും ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നല്ല ഒരു വരുമാനം നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സമ്പാദിക്കാം. 3. ഫിനാൻഷ്യൽ അഡ്വൈസർ. നിങ്ങൾക്ക് നല്ല രീതിയിൽ പണം കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് അറിവുള്ള വ്യക്തിയാണോ? മാറി വരുന്ന സാമ്പത്തിക നിയമങ്ങളും നയങ്ങളും ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ്, ടാക്സ് എന്നിവയെ കുറിച്ച് അറിവുള്ള വ്യക്തിയാണെങ്കിൽ ആകർഷകമായ വരുമാനം സാമ്പത്തിക ഉപദേശത്തിലൂടെ നിങ്ങൾക്ക് നേടാം. 4. ഓഹരി വിപണി. അനന്തമായ വരുമാന സാധ്യതയുള്ള ഒരു മേഖലയാണ് ഓഹരി വിപണി. നിങ്ങൾക്കൊരു ഇൻവെസ്റ്ററായോ ട്രേഡറായോ ഓഹരി വിപണിയിലെ ഉയർച്ച താഴ്ചകളിൽ നിന്നും പണം സമ്പാദിക്കാനാകും. ഓഹരി വിപണി നല്ല അറിവും ക്ഷമയും അച്ചടക്കവും വേണ്ട ഒരു ജോലിയാണ്. ഓഹരി വിപണി ഒരു റിസ്ക് ഉള്ള മേഖലയാണ്. നല്ല പരിശീലനവും അറിവും ഓഹരി വിപണിയിലെ റിസ്ക് മറികടക്കാൻ നിങ്ങളെ സഹായിക്കും. 5. ഫ്രീലാൻസിംഗ്. വളരെ പോപ്പുലർ ആയ ഒരു ഫിനാൻസ് മേക്കിംഗ് വേ ആണ് ഫ്രീലാൻസിംഗ് എന്നത്. നിങ്ങൾക്ക് ലേഖനങ്ങൾ എഴുതുന്നതിനോ വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്യുന്നതിനോ ഡിജിറ്റൽ മാർക്കറ്റിംഗിലോ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്ങിലോ വളരെ കഴിവുള്ള ആളാണെങ്കിൽ ഓൺലൈനിൽ ധാരാളം ജോലികൾ കണ്ടെത്താനാകും. 6. യൂട്യൂബ് ചാനൽ. നമ്മൾ പലരും യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണ്. പാട്ട് കേൾക്കാനും റിവ്യൂ നോക്കാനും കുക്കിംഗ് വീഡിയോ കാണാനും ട്രാവൽ വീഡിയോ കാണാനല്ല. നമുക്കിഷ്ടമുള്ളത് യൂട്യൂബ് ചാനലിലൂടെ എത്തിക്കുമ്പോൾ യൂട്യൂബിന്റെ മോണിറ്റൈസ് സ്കീം വഴി നമുക്ക് പണം ലഭിക്കുന്നു. 7. ഹോം സ്റ്റേ. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയാണ് ടൂറിസം വഴി സൃഷ്ടിക്കപ്പെടുന്നത്. നല്ല വൃത്തിയും സൗകര്യവുമുള്ള താമസ സൗകര്യവും തനത് രുചി വിഭവങ്ങളും ഒരുക്കുന്നതിലൂടെ നല്ലൊരു വരുമാനം കണ്ടെത്താനാകും. 8. പെറ്റ്സ്. വളർത്തുമൃഗങ്ങൾ, പക്ഷികൾ, മീനുകൾ ഇവയെല്ലാം പരിപാലിച്ചും വളർത്തിയും നമുക്ക് സമ്പാദിക്കാനാകും. 9. പ്രസിദ്ധീകരണങ്ങൾ. നിങ്ങളുടെ സ്വന്തം സൃഷ്ടികളായ കഥ, കവിത, പാട്ട് എന്നിവ ഓഫ്ലൈനായോ ഓൺലൈനായോ പ്രസിദ്ധീകരിച്ചുകൊണ്ടും വരുമാനം സൃഷ്ടിക്കാവുന്നതാണ്. 10. ഹോം ബേക്കിംഗ്. നിങ്ങളൊരു പാചകം ഇഷ്ടപ്പെടുന്ന ആളാണോ? നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന കേക്ക്, പലഹാരങ്ങൾ, ചെറുകടികൾ എന്നിവയെല്ലാം നല്ല വിപണന മൂല്യമുള്ള സാധനങ്ങളാണ്. 11. ടൈലറിംഗ്. നിങ്ങൾ തയ്യൽ ജോലി അറിയാവുന്ന ഒരാളാണോ? നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ തുടങ്ങാവുന്ന ഒന്നാണ് തയ്യൽ ജോലി. പലതരത്തിലുള്ള തയ്യൽ ജോലികളും ആൾട്രേഷൻ വർക്കുകളും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു വരുമാനം ഉറപ്പാക്കാം. 12. കാർ റെന്റിംഗ്. നിങ്ങളൊരു കാർ ഉടമയാണോ? നിങ്ങൾക്ക് എല്ലാ ദിവസവും കാർ ഉപയോഗം ഇല്ലെങ്കിൽ കാർ വാടകയ്ക്ക് കൊടുത്തും അതിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാക്കാം. 13. ഗാർഡനിങ് ആൻഡ് വെജിറ്റബിൾസ്. നമ്മുടെ വീട്ടിലെ ചെറിയ സ്ഥലത്ത് ഒരു പച്ചക്കറി തോട്ടമോ പൂക്കൃഷിയോ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് സ്വന്തം ആവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കടകളിലോ വീടുകളിലോ കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ഒരു വരുമാനം കണ്ടെത്താം. 14. ഓൺലൈൻ റിവ്യൂസ്. നമ്മൾ ഓൺലൈനിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ പലപ്പോഴും റിവ്യൂ നോക്കിയാണ് വാങ്ങുന്നത്. നിങ്ങൾക്ക് ഓൺലൈനിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല രീതിയിൽ റിവ്യൂ പറയാൻ കഴിയുമോ? എങ്കിൽ ഓൺലൈനിൽ റിവ്യൂ വഴിയും നിങ്ങൾക്ക് ഒരു വരുമാനം കണ്ടെത്താനാകും. 15. ഇൻഷുറൻസ് ഏജന്റ്. നിലവിലുള്ള ജോലിയോടൊപ്പം തന്നെ തുടങ്ങാവുന്ന ജോലിയാണ് ഇൻഷുറൻസ് ഏജൻസി. 18 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് IRDA എക്സാം എഴുതി ലൈസൻസ് എടുത്ത് ഇൻഷുറൻസ് ഏജന്റായി ഇൻഷുറൻസ് പോളിസി വിറ്റുകൊണ്ട് വരുമാനം നേടാവുന്നതാണ്. 16. കൗൺസിലിംഗ്. നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള കഴിവുള്ള ഒരു കൗൺസിലർ ആണെങ്കിൽ ഓൺലൈനായോ ഓഫ്ലൈനായോ കൗൺസിലിംഗ് വഴി വരുമാനം കണ്ടെത്താനാകും. 17. ഫോട്ടോസ് സെല്ലിംഗ്. പലർക്കും ഫോട്ടോഗ്രാഫി ഒരു ക്രേസ് ആയിരിക്കും. നിങ്ങൾ എടുക്കുന്ന ഫോട്ടോ
ഓൺലൈനുകളിൽ ഷട്ടർ സ്റ്റോക്ക് പോലെയുള്ള വെബ്സൈറ്റ് വഴി പണം കണ്ടെത്താനാകും. 18. ഇവന്റ് മാനേജ്മെന്റ്. ഇന്ന് എല്ലാം ഇവന്റ്സിന്റെ കാലമാണ്. ബർത്ത്ഡേ, വെഡിങ് ഡേ, ആനിവേഴ്സറി, ഹൽദി, അങ്ങനെ നീളുന്നു ഇവന്റ് സെലിബ്രേഷൻ ലിസ്റ്റ്. ഈ ഇവന്റ്സ് അറേഞ്ച് ആൻഡ് കോർഡിനേറ്റ് ചെയ്യാൻ നിങ്ങൾക്കാകുന്നു. എന്നാൽ ഇവന്റ് മാനേജ്മെന്റിലൂടെ നിങ്ങൾക്കൊരു വരുമാനം കണ്ടെത്താനാകും. 19. ടൂർ ഗൈഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ നാടിനെ കുറിച്ചും അതിന്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം നന്നായി അറിയാമെങ്കിൽ ഒരു ടൂർ ഗൈഡായി വരുമാനം കണ്ടെത്താനാകും. 20. ബ്രോക്കേഴ്സ്. സ്ഥലം വാങ്ങാനും വീട് വെക്കാനും വിവാഹത്തിനും എല്ലാം ബ്രോക്കേഴ്സ്മാരെ നമ്മൾ ആശ്രയിക്കാറുണ്ട്. ബ്രോക്കർമാരുടെ വരുമാനം കമ്മീഷനാണ്. നിങ്ങൾ നല്ല ഒരു ബ്രോക്കർ ആണെങ്കിൽ കമ്മീഷൻ ഇനത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു വരുമാനം നേടാനാകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.